ഹലോ, സീക്ക് ഔട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ജോലി ചെയ്യാം. 44,650 രൂപ വരെ ശമ്പളം ലഭിക്കുന്നുണ്ട്. 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ ജോലി നേടാൻ അവസരം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൽ ജൂനിയർ ക്ലർക്ക്, കാഷ്യർ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ വിഭാഗങ്ങളിലായി 200 ഒഴിവുകളാണുള്ളത്. 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 17,360 മുതൽ 44,650 വരെയാണ് ശമ്പളം. ഉയർന്ന പ്രായപരിധിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 5 വർഷത്തെയും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 3 വർഷത്തെയും വികലാംഗർക്ക് 10 വർഷത്തെയും വിധവകൾക്ക് 5 വർഷത്തെയും ഇളവ് ലഭിക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾ തന്നിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകാവുന്നതാണ്. ഏപ്രിൽ 30 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. ജൂനിയർ ക്ലർക്ക്, കാഷ്യർ SSLC ആണ് അടിസ്ഥാന യോഗ്യത. സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിംഗ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ പാസ്സായിരിക്കണം. കാസർഗോഡ് ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ കർണാടക സംസ്ഥാന ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് GDC, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC എന്നിവ പാസ്സായിരിക്കണം. സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത BCom ബിരുദധാരികൾ, അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും ഉള്ളവർ, കേരള കാർഷിക സർവകലാശാലയുടെ സഹകരണം ബാങ്കിംഗ് BSc എന്നീ യോഗ്യതകൾ ഉള്ളവർക്കും അപേക്ഷിക്കാം. സെക്രട്ടറി HDC ആൻഡ് BMൽ ബിരുദവും അക്കൗണ്ടന്റായി 7 വർഷത്തെ പ്രവൃത്തി പരിചയവും, കാർഷിക സർവകലാശാലയിൽ നിന്ന് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ BScയും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും, സഹകരണത്തിൽ BCom ബിരുദവും അക്കൗണ്ടന്റായി 7 വർഷത്തെ പ്രവൃത്തി പരിചയവും തുടങ്ങിയവയാണ് യോഗ്യത. അസിസ്റ്റന്റ് സെക്രട്ടറി എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്കിൽ കുറയാതെ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും HD ആൻഡ് CBA അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൽ HDC. ഇതൊക്കെയാണ് അസിസ്റ്റന്റ് സെക്രട്ടറിക്കുള്ള യോഗ്യതകൾ. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫോർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം, ഡാറ്റ എൻട്രി കോഴ്സ് പാസ് സർട്ടിഫിക്കറ്റ്, അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി തസ്തികയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.